ഇത് എങ്ങനെയാണ് ഞാൻ പറയട്ടെ? മിഥുൻ സംസാരിക്കുമ്പോൾ അബിൻ ഇടപെട്ടിട്ടില്ല. ആളല്ലേ താങ്കൾ ചോദിക്കണ്ട ഈ പറയുന്ന എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും? ഇത്രയും അതായത് ഈസിയായി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇദ്ദേഹം പറഞ്ഞ ഈ CCTV ഫുട്ടേജ് മൊത്തം ഈ രാജ്യത്ത് CCTV ഫുട്ടേജ് സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഈ 45 ദിവസം ഡിലീറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? മിഥുൻ ഒരു മിനിറ്റ് അതൊന്ന് പറയട്ടെ. മാത്രമല്ല ഈ ഒരു സെക്കൻഡ് അബിൻ ഈ ശകുൻ റാണിയുടെ കാര്യത്തിൽ മിഥുൻ സംസാരിക്കുമ്പോൾ അബിൻ തടസ്സപ്പെടുത്തിയിട്ടില്ല. അബിൻ സംസാരിക്കട്ടെ അല്ലെങ്കിൽ പതുക്കെ മിഥുന്റെ ശബ്ദം ഒന്ന് കുറയ്ക്കേണ്ടി വരും. അങ്ങനെയുള്ള എല്ലാ ബഹുമാനത്തോടെ പതുക്കെ ഒന്ന് കുറയ്ക്കേണ്ടി വരും. കാരണം ഞാൻ പറയുകയാണ്, നമ്മൾ തമ്മിലല്ല. മിഥുൻ സംസാരിക്കുമ്പോൾ അബിൻ ഇടപെട്ടിട്ടില്ല. മര്യാദ മിഥുൻ കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കമൽനാഥിന്റെ കേസിൽ CCTV ഫൂട്ടേജ് എന്നൊരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തെളിയിക്കാമോ? 2018 കമൽനാഥിന്റെ കേസിൽ CCTV ഫൂട്ടേജ് എന്നൊരു വാക്കെങ്കിലും കാണിച്ചു തരാമോ? മിഥുൻ മറുപടി. ഒറ്റ കാര്യം പറയാം. ഈ 2018 കമൽനാഥിന്റെ കേസിൽ ഒരു CCTV ഫൂട്ടേജ് ഒരു വാക്ക് കാണിച്ചു തരാമോ? പറഞ്ഞൊരു കാര്യമുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് പ്രൈവസിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ആരെങ്കിലും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ അഫിഡവിറ്റ് കമൽനാഥിന്റെ കേസാണ് അബിൻ പറയുന്നത്. അതിൽ ഞാൻ കമൽനാഥിന്റെ കേസിൽ 2018 CCTV ഫൂട്ടേജ് എന്നൊരു വാക്കുണ്ടോ? അതിൽ പ്രൈവസി കൺസേൺ എന്ന വാക്കുണ്ടോ? പ്രൈവസി ഏതിലാണ് പറഞ്ഞത്? മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് പ്രൈവസിയുടെ കാര്യം പറഞ്ഞത്. മണ്ടത്തരം പറയുന്നത്. ഞാൻ ആ വിധി വായിച്ചട്ടെ. കേസാണത്. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ വിധി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആ വിധി തന്നെ വായിച്ചിട്ട് പറഞ്ഞു. ഇഷ്യൂ മാത്രമല്ല ആ വിധി വായിച്ചിട്ടാ പറയുന്നത്. CCTV മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക. ഇനി ഒരു കാര്യം പറയാം. വേണു ഒരു കാര്യം ചോദിക്കട്ടെ. അബിൻ പറയൂ. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു സെക്കൻഡ്. വേണു ഉത്തരം വേണ്ടേ? എന്റെ അവസരം, തന്റെ അവസരമല്ല. എന്റെ അവസരത്തിൽ ഞാൻ ഉത്തരം പറയും. താനല്ല ഉത്തരം പറയേണ്ടത്. മിഥുൻ ഈ രീതി ശരിയല്ല. അബിൻ ഒരു അതിഥിയല്ലേ സംസാരിക്കുന്നത്. താങ്കളെ പോലെ താങ്കൾ മിണ്ടായിരിക്കാൻ പറയുമ്പോ സംഖ്യകളുടെ അടുത്ത് പറയാൻ എന്റെ അടുത്ത് വേണ്ട. അബിൻ സംസാരിച്ചോളൂ. മിഥുന്റെ ശബ്ദം ഒരിത്തിരി കുറയ്ക്കണമെന്ന് മിഥുന്റെ ശബ്ദം ഒരിത്തിരി കുറയ്ക്കാം. അബിൻ പറഞ്ഞോളൂ. അബിൻ പറഞ്ഞത് കേൾക്കാം. വേണു ഈ CCTV ഫുട്ടേജ് ഡിലീറ്റ് ചെയ്യാനുള്ള തീരുമാനം എന്നാണ് വന്നതെന്നറിയോ? ഒക്ടോബർ 2024 പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതികൾ ഒരു വിധി പ്രസ്താവിച്ചു. ആ വിധി എന്താണെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെയും CCTV ഫൂട്ടേജുകൾ സ്റ്റോർ ചെയ്യണം. 3 വർഷം വരെ സ്റ്റോർ ചെയ്യണമെന്ന് ഹരിയാന, പഞ്ചാബ് ഹൈക്കോടതികൾ വിധി പ്രസ്താവിച്ചു. ആ വിധി വന്നതിന്റെ പിന്നാലെയാണ് ഡിസംബർ 2024 ഈ നിയമം പരിഷ്കരിക്കുന്നതിനുള്ള ചർച്ച നടത്തിയത്. 93(2)A കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 961 അമെൻഡ് ചെയ്തുകൊണ്ടാണ് 45 ദിവസം CCTV ഫുട്ടേജ് സ്റ്റോർ ചെയ്യാമുള്ളൂ എന്നുള്ള വിധി വന്നത്. അത് ഒക്ടോബർ 2024 ഹരിയാന, പഞ്ചാബ് ഹൈക്കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ്. ആ ഹൈക്കോടതി വിധി പറയുന്നത് ഒരു CCTV ഫുട്ടേജ് വന്നാൽ അത് 3 വർഷം വരെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നാണ്. കാരണം ആ 3 വർഷത്തിനുള്ളിൽ ഒരു ഇലക്ഷൻ കേസ് വന്നാൽ ഇത് പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ്. ആ വിധി തങ്ങൾക്ക് തിരിച്ചടിയാണ് എന്ന് കണ്ടാണ് ഒരു നിയമം തന്നെ അമെൻഡ് ചെയ്തിട്ട് 45 ദിവസത്തെ ഈ റൂള് കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് പറയാണ് 2018 കമൽനാഥിന്റെ കേസാണെന്നോ? അങ്ങനെയാണെങ്കിൽ എന്താ 2019 മാറ്റാത്തെ? എന്ന് മാത്രമല്ല 2020 മാറ്റാത്തെ?